ശബരിമലയെ ലോകമറിയുന്ന തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യമായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന്. ശബരിമല വികസനത്തിന് മാസ്റ്റർ പ്ലാൻ, ഭക്തരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അതിന് പരിഹാരം കാണുക, ഇതൊക്കെയായിരുന്നു ലക്ഷ്യം. പരിപാടി പൂർത്തിയായി 45 ദിവസത്തിനകം കണക്കറിയിക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ പറഞ്ഞതാണ്. പലതവണ വൈകിപ്പിച്ച സ്പെഷ്യൽ കമ്മീഷണർ ഇന്ന് സംഗമത്തിന്റെ കണക്ക് കോടതിയിൽ ഹാജരാക്കി. വരവ് ചെലവ് കണക്കിൽ പൊരുത്തക്കേടുകളുണ്ട്. ഇന്നത്തെ പ്രൈം സ്റ്റോറി, ഇഷ്ടം പോലെ അങ്ങ് ചെലവാക്കിയോ? സെപ്റ്റംബർ 20-നാണ് പമ്പ തീരത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ പ്രതിനിധികളെത്തിയ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. ഇന്ന് കോടതിയിലേക്ക് ആ സംഗമത്തിന്റെ കണക്കുകൾ എത്തി, നഷ്ടത്തിന്റെ കണക്ക്. ഇതിലെ പ്രശ്നം, ആഗോള അയ്യപ്പ സംഗമത്തിന് ഹൈക്കോടതി അനുമതി നൽകിയപ്പോൾ കൃത്യമായി 2 കാര്യങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. 1, സംഗമത്തിന് ദേവസ്വം ഫണ്ട് ഉപയോഗിക്കരുത്. 2, വരവ് ചിലവ് കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കണം. സംഗമത്തിലെ നഷ്ടക്കണക്ക് ആര് പറയും? ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തിയ ഓഡിറ്റ് റിപ്പോർട്ടിൽ പൊരുത്തക്കേടുകൾ നിരവധിയുണ്ട്. സ്വതന്ത്ര ഓഡിറ്ററായ വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് ആണ് ഈ ഓഡിറ്റ് നടത്തിയത്. എന്തൊക്കെയാണ് ആ റിപ്പോർട്ടിലുള്ളത്? എന്തൊക്കെയാണ് പൊരുത്തക്കേടുകൾ? എവിടെയാണ് പ്രശ്നങ്ങൾ? നമുക്ക് വിശദമായി നോക്കാം. അതായത്, ഓഡിറ്റ് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 3,45,00,000 രൂപയുടെ അധിക ചെലവുണ്ടായി. അതായത് 3,45,00,000 രൂപയുടെ നഷ്ടമുണ്ടായി ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നാൽ, ആഗോള അയ്യപ്പ സംഗമത്തിനായി പമ്പ തീരത്ത് ഒരു വേദി നിർമ്മിച്ചിരുന്നു. ആ വേദി നിർമ്മിക്കാൻ വേണ്ടി ഒരു ടെൻഡറും നൽകാതെയാണ് ആ വേദി നിർമ്മിച്ചത്. അതോടൊപ്പം തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് എത്തിയ പ്രതിനിധികൾ, വിദേശത്ത് നിന്ന് വരെ പ്രതിനിധികൾ എത്തി, അവർക്കൊക്കെ പ്രസാദം നൽകിയതിന് ഒരു രേഖയുമില്ല. അപ്പം, അരവണ, വിഭൂതി, ചന്ദനം ഇതൊക്കെ നൽകി, പക്ഷേ അതിനൊന്നും രേഖകളില്ല. അത് മാത്രമല്ല, VIP ഏരിയയിലെ ഭക്ഷണ വിതരണത്തിന് രേഖകളില്ല. ഇങ്ങനെ ഈ കണക്കുകളൊക്കെ പരിശോധിക്കാൻ, അതായത് ഈ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് ബോധ്യമായിട്ടുണ്ട്. പലതിനും രേഖകളില്ല, അതായത് ബില്ലുകളില്ല, എന്ത് ചെയ്തു ഈ പണം എന്നതിന്. ഈ കണക്കുകൾ പരിശോധിക്കാൻ ഇപ്പോൾ സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹൈക്കോടതി. ഈ കണക്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൃത്യമായ വിശദീകരണം ഹൈക്കോടതിക്ക് നൽകുകയും വേണം. 10 ദിവസം കഴിഞ്ഞായിരിക്കും കേസ് വീണ്ടും കോടതി പരിഗണിക്കുക. കണക്കിൽ പ്രശ്നമുണ്ടെങ്കിൽ ആഗോള അയ്യപ്പ സംഗമത്തിലും പരിശോധനയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഥവാ കണക്കിലെ ക്രമക്കേട് സ്ഥിരീകരിക്കുകയാണെങ്കിൽ വിജിലൻസ് അന്വേഷണം വേണ്ടി വരുമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാർ ഒരുക്കിയത് പശ്ചാത്തല സൗകര്യം മാത്രമെന്നാണ് ഇന്ന് ദേവസ്വം മന്ത്രിയുടെ വാക്കുകൾ. 4 കോടി രൂപ സ്പോൺസർഷിപ്പ് വഴി കിട്ടിയെന്നും ബാക്കി കണക്ക് കൃത്യമായി പറയേണ്ടത് ദേവസ്വം ബോർഡാണെന്നും മന്ത്രി പറയുന്നു. ഒന്നുമില്ല, എനിക്കറിയില്ല. ദേവസ്വം ബോർഡോട് ചോദിച്ചാൽ അറിയുള്ളൂ. കാരണം അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമല്ല. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ 1 രൂപയോ 1 നയ പൈസയോ വരവെക്കാൻ ഗവൺമെൻറ്റിനോ ഞങ്ങൾക്ക് ആർക്കെങ്കിലും അധികാരമില്ല. അതെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടന്ന സംഭവമാണ്. അതിൻ്റെ സ്പോൺസർമാരെയും കണ്ടെത്തിയത് അവരാണ്. ഒപ്പം വരവിലെ കണക്കും തയ്യാറാക്കിയതവരാണ്. അത് അവരോട് ചോദിച്ചെങ്കിൽ പറയാൻ പറ്റുള്ളൂ. ഇല്ലില്ല, ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ആദ്യം അഡ്വാൻസ് എടുത്തത് തിരിച്ചവർ സ്പോൺസർഷിപ്പ് കൊടുത്തെന്നാണെന്ന് പരസ്യപ്പെടുത്തി കണ്ടത്. മറ്റു കാര്യങ്ങൾ ഞങ്ങളുടെ ആശയം നടത്തേണ്ട കാര്യമില്ല. കാരണം സാമ്പത്തിക കാര്യം എപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ മുഴുവൻ ദേവസ്വം ബോർഡ് തന്നെയാണ്. അയ്യപ്പ സംഗമം കാരണമാണ് സ്വർണ്ണക്കൊള്ള പുറത്തു വന്നതെന്നാണ് ഇത്രയും കാലം സർക്കാരും ദേവസ്വം മന്ത്രിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണോ ഈ കണക്കിലെ പൊരുത്തക്കേടിൽ മറുപടി കൃത്യമായി പറയാത്തത്? ആഗോള അയ്യപ്പ സംഗമത്തിൽ നിരവധി ക്രമക്കേടുകൾ നടന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. 600ഓളം പേർ പങ്കെടുത്ത പരിപാടിക്ക് എങ്ങനെ ഇത്രയും കോടി രൂപ ചെലവായെന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. ഒരുപാട് സ്പോൺസർഷിപ്പ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ. അതിൽ ഒരുപാട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. കാരണം ഈ 500-600 പേര് പങ്കെടുത്ത ഒരു പരിപാടിക്ക് ഈ 3 കോടി 8 കോടിയൊക്കെ എവിടെ നിന്നാണ് വന്നത് ചിലവാകുന്നത്? മുഴുവൻ കളവാണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്നത്. അഴിമതിയാണ് ഇതിൻ്റെ അകത്ത് പുറത്ത് നടക്കുന്നത്. അയ്യപ്പൻ്റെ പേരിലും തട്ടിപ്പാണ് നടത്തിയത്. ശരിക്കും അത് അന്വേഷിക്കട്ടെ, കോടതി തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കട്ടെ. കോടതിയുടെ മുൻപാകെയാണ് തെറ്റായ വിവരം കൊടുത്തത്. കോടതി അന്വേഷിക്കട്ടെ.
കൊച്ചിയിൽ നിന്ന് ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ബിനിൽ, ഇത്രയും കണക്കുകളിലെ പൊരുത്തക്കേടുകൾ കൃത്യമായി ഇപ്പോൾ സ്വതന്ത്ര ഓഡിറ്ററാണ്, എന്നാലും ബോധ്യപ്പെടുകയാണ്. 10 ദിവസം കഴിഞ്ഞ് കേസ് കോടതി പരിഗണിക്കും. എന്റെ പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പോൾ ഈ നഷ്ടക്കണക്ക് വന്നു, ഈ നഷ്ടം ആര് നികത്തും? ആരാണ് ഈ പണം അടയ്ക്കുക? ആര്യ, അത് ദേവസ്വം ബോർഡ് തന്നെ അതിനുള്ള മാർഗം കണ്ടെത്തേണ്ടി വരും. ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കെ ജയകുമാർ പറയുന്നത് 17-ാം തീയതി ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട സാമ്പത്തികം നൽകാനുള്ള, അതായത് പല കാര്യങ്ങളും അവിടെ ചെയ്തവർക്ക് പലർക്കും ബില്ല് മാറിക്കൊടുത്തിട്ടില്ല, അവരുടെയൊക്കെ ഒരു യോഗം വിളിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. അതായത് ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വേണ്ടിവരുമെന്ന് സ്വാഭാവികമായും അവരോട് പറയേണ്ടി വരും. അതായത് കുറച്ച് പണമൊക്കെ കുറച്ച് തരേണ്ടി വരുമെന്ന് അവരോട് പറയേണ്ടി വരും. അല്ല എങ്കിൽ ഏതാണ്ട് 3,45,00,000 രൂപയാണ് ഇനി കണ്ടെത്താനുള്ളത്. അതിന് പുതിയ സ്പോൺസർമാരെ തേടേണ്ടി വരും. എന്തായാലും ഇനി ഈ പരിപാടിയൊക്കെ കഴിഞ്ഞു പോയത് കൊണ്ട് ആര് സ്പോൺസർ ചെയ്യും എന്നത് ഒരു വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ദേവസ്വത്തിന്റെ പണമാണ് അഡ്വാൻസായി എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ചട്ടപ്രകാരം ശരിയായ കാര്യമല്ല. അങ്ങനെ ചെയ്താൽ അതിന് മറുപടി പറയേണ്ടി വരിക ദേവസ്വം ബോർഡ് തന്നെയാണ്. എന്തായാലും ദേവസ്വം ബോർഡിന് മുന്നിൽ ഒരു അഴിയാക്കുരുക്കായി ഈ ആഗോള അയ്യപ്പ സംഗമം മാറിയിരിക്കുകയാണ്. ഇതിന് ദേവസ്വം ബോർഡ് കൃത്യമായി മറുപടി പറയേണ്ടി വരും. ഇവിടെ പല കണക്കുകളിലും പൊരുത്തക്കേട് എന്ന് ആരോപിക്കുമ്പോൾ അതിന് കൃത്യമായ ബില്ലുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി ഓഡിറ്റ് വകുപ്പിന്റെ പരിശോധനയിലേക്ക് പോകുമ്പോൾ അതിൽ കൃത്യമായ കണക്കുകൾ, അവർക്ക് ബോധ്യപ്പെടുന്ന കണക്കുകൾ ഹാജരാക്കിയാൽ അതിലൊക്കെ ഈ കണക്കുകളിലൊക്കെയുള്ള പൊരുത്തക്കേടുകൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. പക്ഷേ ഇപ്പോഴും നമുക്ക് ഈ സ്വതന്ത്ര ഓഡിറ്റർക്ക് മുന്നിൽ ഇത്ര സമയമായിട്ടും ഈ കണക്കുകൾ കൃത്യമായി ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവിടെ എവിടെയൊക്കെയോ ദേവസ്വം ബോർഡിന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ദേവസ്വം ബോർഡിന്റെ പണത്തിന് ചോർച്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ കാണേണ്ടത് അവിടെ ഈ പ്രസാദം നൽകാൻ തയ്യാറാക്കി വെച്ചിരുന്ന പ്രസാദത്തിന്റെ കണക്ക് പരിശോധിക്കുമ്പോഴാണ് 4100 പ്രതിനിധികളെയൊക്കെ പ്രതീക്ഷിച്ച് അവർക്ക് വേണ്ടി അപ്പവും അരവണയും വിഭൂതിയും മഞ്ഞളും ചന്ദനവും ഒക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ എത്തിയത് വെറും 600 പേര് 700 പേരെന്നൊക്കെയാണ് ഇപ്പോൾ പ്രതിപക്ഷമടക്കം പറയുന്നത്. ദേവസ്വം ബോർഡിനും സർക്കാരിനും മറ്റൊരു കണക്കൊക്കെയാണ് പറയാനുള്ളത്. പക്ഷേ ഈ പ്രതിനിധികൾ അവിടെ എത്തിയില്ല എന്നതൊരു വസ്തുതയാണ്. 4100 പേർ. അപ്പോൾ ഈ പണവും അമിത ചെലവുമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ഇപ്പോൾ 4 കോടി രൂപ സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയെന്നാണ് ദേവസ്വം മന്ത്രി പറയുന്നത്. ഏതാണ്ട് അത്രയും തുക വന്നുവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറയുന്നു. അപ്പോൾ ഇത്രയും ആർഭാടമായ ഒരു സംവിധാനം അവിടെ നടത്തിയതാണ് വലിയ ചെലവ് വരുത്തി വെച്ചത്. ഈ 4 കോടി രൂപയ്ക്ക് സാധാരണ നിലയിൽ അതൊക്കെ 3,40,00,000 രൂപ. ഈ കണക്കിൽ കൃത്യമായി രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് എന്നുള്ള ചോദ്യമാണ് ഇനി മുന്നിലുള്ളത്.